ജസ്ന തിരോധാനത്തിൽ CBI റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മതതീവ്രവാദ ബന്ധങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ. അജ്ഞാത മൃതദേഹങ്ങളും ആത്മഹത്യാ പോയിന്റുകളും പരിശോധിച്ചു. പിതാവും സുഹൃത്തും പറഞ്ഞത് സത്യമാണെന്നും ഇവരെ നുണപരിശോധന നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ ദിവസമാണ് CBI ഈ ഒരു കേസ് അവസാനിപ്പിച്ചതായി അറിയിച്ചത്. വിശദാംശങ്ങൾ. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CBI കോടതി നൽകിയ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജസ്നയ്ക്ക് മതതീവ്രവാദ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്ന മരിച്ചു എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. അച്ഛനെയും ജസ്നയുടെ ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അച്ഛന്റെയും ആൺ സുഹൃത്തിന്റെയും ഭാഗത്തു നിന്നും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2018 ജസ്നയെ കാണാതായിരുന്നത്. ഈ സമയത്ത് ജസ്ന 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. ഈ സമയത്ത് ജസ്ന ഈ സമൂഹ മാധ്യമങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളും സജീവമായിട്ടുള്ള കുട്ടിയുമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പോയിന്റുകളെല്ലാം വിശദമായി അന്വേഷണം നടത്തി. അതുപോലെ തന്നെ രാജ്യം വിട്ടു പോയിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തി. ഇന്റർപോളിന്റെ സഹായം കണ്ടെത്തിയിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും പഴുതടച്ചുള്ള അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ജസ്നയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ CBI കോടതി വലിയ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ, അതായത് നിലവിൽ അന്വേഷിക്കുന്ന കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് CBI ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ജസ്ന രാജ്യം വിട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മത തീവ്രപരമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മതം പരിവർത്തനം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തെളിയിക്കുക, അല്ലെങ്കിൽ തുടങ്ങിയ നിഗമനങ്ങളിലേക്ക് പോകാനുള്ള ഒരു തരത്തിലുള്ള തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ CBI കോടതി റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജസ്ന കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി എന്തെങ്കിലും ജസ്നയുമായി ബന്ധപ്പെട്ട സൂചനകൾ കിട്ടുകയാണെങ്കിൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും. അതായത് ടിൻഡു, ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിച്ചിട്ടില്ല, കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പുനരന്വേഷണം ആരംഭിക്കുമെന്നാണോ CBI ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും നിലവിൽ ഇപ്പോൾ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. ജസ്നയുമായി ബന്ധപ്പെട്ട് ജസ്ന കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ സൂചനകൾ കിട്ടുകയാണെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകും. ഒരുപക്ഷെ CBI ഈ കേസ് പുനരന്വേഷണത്തിൽ കൊണ്ടുവരും. ക്രൈംബ്രാഞ്ചും കേരള പോലീസും പല ഘട്ടങ്ങളായിട്ട് അന്വേഷണം നടത്തി പരാജയപ്പെട്ട കേസാണ് ജസ്ന കേസ്. ഈ ജസ്നയെ കാണാതായ 4 മണിക്കൂറുകൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ CBI റിപ്പോർട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടുന്നതാണ്. ഈ 4 മണിക്കൂർ പോലീസ് ഒരുപക്ഷെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ജസ്നയെ കണ്ടെത്താനാകുമെന്നായിരുന്നു CBI റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഈ കേസ് ഇത്രയും കാലം 6 മാസത്തോളം നീണ്ടുപോകാനായിട്ട് അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകും. അതിന് സമാനമാണ് പത്തനംതിട്ട സ്വദേശി പൂജപ്പുര ജയിലിൽ കഴിയുന്ന ഒരു പ്രതി വിളിച്ച് ജസ്നയെ കണ്ടു എന്നുള്ള വിവരം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. പക്ഷെ അതുമായി മുന്നോട്ട് പോയപ്പോഴും ഒരുപക്ഷെ ഒരു കുറ്റവാളി നൽകിയ മൊഴിവായിട്ട് മുന്നോട്ട് പോയിട്ടും ജസ്നയെ കണ്ടെത്താനായില്ല എന്ന് തന്നെ കണക്കിലാക്കാം. എന്തായാലും ജസ്നയുമായി ബന്ധപ്പെട്ട എന്ത് വിവരം കിട്ടുകയാണെങ്കിലും വീണ്ടും കേസ് CBI റീഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ പുനരന്വേഷണം ആരംഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ടിൻഡു ആണ് വിശദാംശങ്ങൾ നൽകിയത്.